ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ സാധിച്ചതിൽ നന്ദി നല്ല ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്നതായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ച് തുടങ്ങി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം വായിച്ചതായ തിരുവചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേട്ടത്. യേശു ഈ ലോകത്തിൽ ആയിരുന്നു. നമുക്കറിയാം, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. ആ മനുഷ്യപുത്രനെയാണ്, ദൈവപുത്രനെയാണ് യേശു എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചു എന്നും യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നും നാം കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുകയും നന്മ സുവിശേഷിച്ചുകൊണ്ട് യേശു ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ യേശു കർത്താവ് പ്രസംഗിച്ചതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രധാന പ്രസംഗ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം. അതാണ് ഈ തിരുവചനത്തിൽ വായിക്കുന്നത്. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇപ്പോൾ യേശു കർത്താവ് പ്രസംഗിച്ച വിഷയം മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത എന്താണ് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിലെ പല ആളുകളും ഈ മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ചില വ്യക്തികളെ കോടതിയൊക്കെ ശിക്ഷിക്കുന്നുണ്ട്. കുറ്റവാളികളെന്ന് കണ്ട് ചിലർ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ പ്രായമൊക്കെ നോക്കിയിട്ട് ഒരു മാനസാന്തരപ്പെടാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കോടതികൾ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ക്രിസ്തീയ സഭകളെല്ലാം തന്നെ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ടിടയാകും. അപ്പോൾ ആളുകൾ പലപ്പോഴും മാനസാന്തരപ്പെടാറുണ്ട്. ചില ആളുകളൊക്കെ മാനസാന്തരപ്പെടുന്നത് എനിക്കറിയാം. എൻ്റെ ചില സ്നേഹിതന്മാരെ എനിക്കറിയാം, ഡിസംബർ 31-ാം തീയതി അവർ മാനസാന്തരപ്പെടും. ഇനി പുതിയ വർഷം മുതൽ ഒരു പുതിയ ജീവിതം, ഒരു നല്ല ജീവിതം നയിക്കണമെന്ന് പറഞ്ഞ് അവർ ചില തീരുമാനങ്ങൾ എടുക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും പിന്നെ ഫലവത്തായിട്ട് കാണുന്നില്ല. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മാനസാന്തരം എന്നുള്ള വാക്ക് പലരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, യേശു കർത്താവ് പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മാനസാന്തരമാണ്. അപ്പോൾ ഈ മാനസാന്തരം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: മനുഷ്യൻ സ്വയം പാപിയാണെന്ന് സമ്മതിച്ച് പാപത്തെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപവഴികളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകൻ കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. അപ്പോൾ ഈ ബൈബിൾ വെളിച്ചത്തിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞത്, മനുഷ്യൻ പാപിയാണെന്ന് സ്വയമായിട്ട് അത് സമ്മതിച്ച് പാപത്തെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. പാപവഴികളെയൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഞാനിനി പാപം ചെയ്യത്തില്ല.
അപ്പോൾ ആ വഴികളെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ്, ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. യഥാർത്ഥമാണ് യഥാർത്ഥ മാനസാന്തരം. അപ്പോൾ അങ്ങനെയുള്ള മാനസാന്തരത്തെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത്. ബൈബിളിൽ കാണുന്ന മാനസാന്തരം ആ വിധത്തിലുള്ള മാനസാന്തരമാണ്. അപ്പോൾ എന്തിനാണ് മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്? മനുഷ്യൻ പാപിയായതുകൊണ്ട്, പാപത്തിൽ ജനിച്ചതുകൊണ്ട്, പാപത്തിൽ ജീവിച്ചതുകൊണ്ട് ആ പാപത്തെ വെറുത്ത് ആ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതായിട്ടുള്ളൊരനുഭവം. ഇപ്പം നമ്മൾ മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ വേദപുസ്തകം പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഇനി ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. അതിൻ്റേതാണ് പാപത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മനുഷ്യന് വന്നു പോകുന്നത്. ഇനി ബൈബിൾ മാത്രമല്ല, പല മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയെന്നാണ്. മനുഷ്യൻ പാപിയാണ്, പാപത്തിലാണ് ജനിച്ചത്, പാപത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് നമ്മളൊരു മോചനം പ്രാപിക്കുന്നത് ഈ മാനസാന്തരത്തിലൂടെയാണ്. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ട് പാപവഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഈ മാനസാന്തരത്തിൻ്റെ ആവശ്യകത യേശു കർത്താവ് പറയുകയാണ്, അന്ന് മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം. നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അത് സ്വർഗത്തിലോ നരകത്തിലോ ആയിരിക്കും. അപ്പോൾ അത് സ്വർഗരാജ്യം വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്വർഗരാജ്യത്തിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവം നമ്മെ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളാലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദേഹവും ദേഹിയെല്ലാം മരണത്തോടുകൂടി ഈ ലോകത്തിൽ അവസാനിക്കും. പക്ഷേ ആത്മാവിന് അങ്ങനെ ഒരു മരണമില്ല, അവസാനമില്ല. ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഏദെൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യരുടെ മേൽ ഊതി ദൈവം വിട്ടതാണ് ഈ ആത്മാവ്. ഈ ആത്മാവ് വലിയ വിലയുള്ളതാണ്. ഈ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്, സർവ്വലോകത്തേക്കാളും വിലയേറിയതാണ് മനുഷ്യൻ്റെ ദൈവം വച്ചിരിക്കുന്ന ആത്മാവ്. ഈ ആത്മാവിന് മരണമില്ല, അവസാനമില്ല. അപ്പോൾ ഈ ആത്മാവ് പുറത്തേക്ക് വരുമ്പോൾ, മരണത്തോടുകൂടി പുറത്തു വരുമ്പോൾ, അത് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. അപ്പോൾ നരകത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്വർഗത്തിലേക്ക് ഈ ആത്മാവ് പോകണമെങ്കിൽ, ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ, അതിന് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ മാനസാന്തരപ്പെട്ടാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മാനസാന്തരപ്പെടണം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപം ചെയ്തു പോയ മനുഷ്യനെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ തിരികെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യൻ മനം തിരിയണമെന്ന് പറഞ്ഞ് അവിടെ മാനസാന്തരത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. അതുപോലെ യേശു കർത്താവ് പ്രസംഗിക്കുന്നതും മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. മാത്രമല്ല, യേശുവിനോടൊപ്പം നടന്നതായി അപ്പോസ്തലന്മാർ അവർ പ്രസംഗിച്ചതും മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെടണം. അപ്പോൾ നാം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ ആദ്യോടന്തം മനുഷ്യരോട് പറയുകയാണ് മാനസാന്തരപ്പെടണം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നാം ആയിരിക്കുന്ന സ്ഥാനത്തായിരുന്നുകൊണ്ട് ദൈവമേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പാപത്തെ ഏറ്റുപറയുക. അങ്ങനെ നാം പാപത്തെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ വരും. ആ പാപത്തെ ഓരോന്നായിട്ട് ദൈവത്തോട് ഏറ്റുപറയുകയാണ്. ദൈവം എൻ്റെ പാപത്തെ ക്ഷമിക്കണം,
നാം ബൈബിളിൽ വായിക്കുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തോട് പാപത്തെ ഏറ്റുപറയുകയാണ്, എന്നിട്ട് ആ പാപത്തെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഇനി പാപം ചെയ്യത്തില്ല, ഒരു തീരുമാനം, ഞാനിനി പാപത്തെ ചെയ്യത്തില്ല. പാപത്തെ ഉപേക്ഷിച്ചിട്ട് നാം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ നമുക്ക് കരുണ ലഭിക്കും, നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് സമാധാനമുണ്ടാകും. അപ്പോൾ ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ പറയണം, മാനസാന്തരപ്പെട്ട് തിരിയണം, ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുക. അപ്പോൾ നമ്മൾ അന്ന് ചിന്തിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ആരാണ് മാനസാന്തരപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ പാപികളാണ് മാനസാന്തരപ്പെടേണ്ടത്. ആരാണ് പാപികൾ? ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപികളാണ്. അപ്പോൾ നാം ദൈവമുണ്ടാകെ നമ്മുടെ പാപത്തെ ഏറ്റുപറയുക. നാം ചിലപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും, ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരായിരിക്കും, ഒക്കെ ശരിയാ. പക്ഷേ നമ്മൾ വ്യക്തിപരമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ, യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ഇതുവരെയും നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, മതപരമായ ആചാരങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നതായിരിക്കാം. അങ്ങനെ പോകുന്നവർ ദയവായിട്ട് മാനസാന്തരപ്പെടുക, പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തീരുമാനിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാകുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ അറിയായ്മയുടെ കാലത്ത്, ഈ സുവിശേഷം കേൾക്കുന്നതിന് മുൻപേ, ഈ സത്യം അറിയുന്നതിന് മുൻപേ നാം എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കും. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഓർക്കുന്നതെല്ലാം ദൈവം ക്ഷമിക്കും. അപ്പോൾ നമുക്ക് ഈ സുവിശേഷം കേട്ട സമയത്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ആ ക്രൂശിൽ ചൊരിഞ്ഞ ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വിശ്വാസത്താൽ നമ്മെ കഴുകി നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ടിടയാകും, നമ്മെ ഒരു ദൈവപൈതലാക്കി നമ്മെ തീർക്കും. എനിക്കറിയാം ഇത്തിരി ആളുകൾ, വലിയ പാപത്തിൽ ജീവിച്ച ആളുകൾ, കൊലപാതകത്തിലും ദുർനടപ്പിലും വലിയ വലിയ മദ്യപാനത്തിലും എല്ലാം ജീവിച്ച അനേക ആളുകൾ ഈ സുവിശേഷം കേട്ടവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളങ്ങനെ യേശുവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായത്? അവർ ചിലർ പറഞ്ഞിട്ടുണ്ട്, സാറേ എനിക്ക് വലിയ സമാധാനമുണ്ടായി, ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത വലിയ സമാധാനം, വലിയ സന്തോഷം എനിക്കുണ്ടായി, പ്രത്യാശ ഉണ്ടായി എന്ന്. അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ആ മദ്യപാനികളായിരുന്ന ആളുകൾ പിന്നെ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്ന ആളുകൾ പിന്നെ പുകവലിക്കുന്നില്ല. അവരുടെ പാപവഴികളെയും പാപ സ്വഭാവങ്ങളെയും വിട്ട് അവരൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. വ്യക്തിപരമായിട്ട് സന്തോഷമാണ്, കുടുംബത്തിൽ സന്തോഷമാണ്, ദേശത്ത് സന്തോഷമാണ്, എത്രയോ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടുക. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുക എന്ന് പറയുക മാത്രമല്ല, പിന്നെ നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്താണ്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട വ്യക്തി ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ തയ്യാറാകും. ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ആ വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കും. പിന്നെ എന്നും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുമായിട്ട് ആത്മീയ കൂട്ടായ്മ ആചരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാനസാന്തരത്തിൻ്റെ ഫലമാണ്. യോഗ്യമായ ഫലം കായ്ക്കും. മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കും, എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും. അവരുടെ സ്വഭാവവും ജീവിതവും തന്നെ മാറും. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ ഇങ്ങനൊരു വചനം വായിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു, പഴയ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാനസാന്തരപ്പെട്ട അനേക വ്യക്തികളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് സക്കായി എന്നുള്ള ഒരു
വ്യക്തി. നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും, അദ്ദേഹം യേശു കർത്താവ് സക്കായിയെ സന്ദർശിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. സക്കായിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടായി യേശുവിനെ കാണണമെന്ന്. അങ്ങനെ യേശു അന്ന് വരുന്നതായ സമയത്ത് ആ വഴിയരികിൽ അവൻ നിന്നു. അവനൊരു വൃക്ഷത്തിൽ കയറിയിരുന്നു യേശുവിനെ കാണുവാൻ. അവൻ യേശുവിനെ കണ്ടു. യേശു അവനെ വിളിച്ചു, സക്കായിയെ നീ ഇറങ്ങി വാ. എന്നിട്ട് യേശു പറഞ്ഞു, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് വരിക നിൻ്റെ വീട്ടിലേക്ക്. പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ യേശു കർത്താവ് ഈ വാക്കുകളെ പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. അവൻ്റെ എന്ത് ചെയ്തെന്നറിയാം? അവൻ്റെ പഴയ വഴികളെല്ലാം അവൻ ഉപേക്ഷിച്ചു. അവനൊരു ചുങ്കം പിരിക്കുന്നവനായിരുന്നു. അന്യായമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്, പണം സമ്പാദിച്ചിട്ടുണ്ട്. അവന് യേശുവിനെ വീട്ടിൽ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാനസാന്തരമുണ്ടായി. അവൻ ആ മാനസാന്തരമുണ്ടായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ യേശുവിനോട് പറയുകയാണ്, ഞാൻ അന്യായമായിട്ട് വാങ്ങിച്ചതെല്ലാം തിരികെ കൊടുക്കാൻ പോവുക, ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്, തിരുത്താവുന്ന തെറ്റുകളെല്ലാം തിരുത്തുകയാണ്. എന്തോ ഒരു നല്ല മാനസാന്തരമാണ്. സ്തോത്രം. അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് യേശുവിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ മാനസാന്തരപ്പെടണം. അങ്ങനെ എങ്ങനെയാ ഞാൻ പറഞ്ഞല്ലോ, പാപങ്ങൾ ഏറ്റവും ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിലേക്ക് തിരിയുന്ന മാനസാന്തരം. അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. മാത്രമല്ല, അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ പിന്നെ പാപം ചെയ്യാൻ പറ്റത്തില്ല. അവൻ തിരുത്താവുന്ന തെറ്റുകളൊക്കെ അവൻ തിരുത്തും. തിരുത്താവുന്നതൊക്കെ തിരുത്തി ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടാതെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ ആ വ്യക്തി നശിച്ചു പോകുമെന്നാണ് നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും നശിക്കരുതെന്നാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. മാത്രമല്ല, നാം ആരും നശിച്ചു പോകാൻ പാടില്ല. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, ആത്മീയരായി ദൈവകൃപയിൽ ജീവിക്കുക, സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പോൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. നമ്മൾ സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ തിരുത്താവുന്ന തെറ്റുകളെയൊക്കെ തിരുത്തി മാനസാന്തരപ്പെടുക. അതുപോലെ മറ്റൊരു മാനസാന്തരത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു ഉപമയാണ്. ഒരു ധൂർത്തുപുത്രൻ, അതിനെ മുടിയനായ പുത്രനെന്നും പലരും പറയാറുണ്ട്. അവനെല്ലാം നശിച്ച് അവൻ പോയവനായിരുന്നു. പക്ഷേ അവന് സുബോധം വന്നപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരികയാണ്. ഇതും മാനസാന്തരമാണ്, ദൈവത്തിലേക്ക് തിരികെ വരുന്നതാണ്. നമ്മളെ ബാധിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയതാണ്, ദൈവത്തിൻ്റെ വഴി വിട്ടുപോയതാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചതാണ്. ആ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ച് അവസാന നിത്യനാശത്തിലേക്കാണ് ചെന്നപ്പെടുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ജീവിച്ച ആളുകൾ എന്താണ് ചെയ്തിരിക്കുന്നത്? നമുക്കിന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ മാതാപിതാക്കളെയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച്, ദൈവത്തെയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം വഴിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഇറങ്ങിയ അനേക ആളുകൾ ആത്മഹത്യയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി, മാരകമായ രോഗങ്ങൾക്ക് അടിമകളായി ആണ് നശിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ സ്വന്തം വഴികളെല്ലാം ചിലപ്പോഴും ദോഷമായിട്ട് തീരാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം വഴികളേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വഴി, കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്, ദൈവത്തെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ സേവിച്ച്, ദൈവത്തെ ആരാധിച്ച് ദൈവ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനായിട്ട് തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ
നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങളുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കുക. ചിലപ്പോൾ ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ജനിച്ചവരും വളർന്നവരും ആയിരിക്കും, ദൈവത്തെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുക, ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് തീരുമാനിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായിട്ട് അവസ്ഥ. അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് സൗഖ്യമുണ്ടാകും, നമുക്ക് വിടുതലുണ്ടാകും. നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരുവാനായിട്ടിടയാകും. നമ്മളങ്ങനെ മാനസാന്തരപ്പെടാനായിട്ടൊക്കെ വരുമ്പോൾ സാത്താൻ ചിലപ്പോൾ നമ്മളെ പുറകോട്ട് വലിച്ച, നീ മാനസാന്തരപ്പെടേണ്ട, നിനക്കൊന്നും ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയില്ലെന്നൊക്കെ സാത്താൻ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും വകവയ്ക്കല്ലേ, അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. അതുപോലൊരു ഭാഗ്യകരമായ അവസ്ഥ മറ്റൊന്നുമില്ല. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടോ? നമ്മൾ മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസാന്തരപ്പെടണം, എനിക്കൊരു ദൈവവൈതലായിട്ട് ജീവിക്കണം, ഈ ലോകത്തിൽ ഒരു വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കുക. ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വാഗ്ദത്തം യേശു തരികയാണ്. യേശു തരുന്ന വാഗ്ദത്തം ഇങ്ങനെയാണ്. യേശു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ലെന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, നാം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ തീരുമാനിച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എനിക്ക് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ, ആ യേശു കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ആരാണെങ്കിലും നമ്മുടെ ഏത് പാപത്തെ ക്ഷമിച്ച് നമ്മെ സ്വീകരിപ്പാൻ ഈ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, ഒരു ദൈവവൈതലായിട്ട് ജീവിക്കുവാനായിട്ട് സമർപ്പിക്കുക. യേശു കർത്താവ് ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് നന്മ സുവിശേഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളൊരു വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടതാണ്. അന്നത്തെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് നിയമം. ചില ആൾക്കാർ കല്ലുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു എന്താണ് ചെയ്തതെന്നറിയാമോ? യേശു തൻ്റെ വിരലുകൾ കൊണ്ട് നിലത്തെഴുതി. എന്താണ് എഴുതിയത്? ഈ കല്ലുമായിട്ട് വന്നു നിൽക്കുന്ന ആളുകളുടെ പാപത്തെക്കുറിച്ചാണ്. യേശു എന്താണ് എഴുതുന്നു എന്ന് ഈ കല്ലുമായിട്ട് നിൽക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ചാണ് യേശു എഴുതുന്നത്. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഓരോരുത്തരായിട്ട് കല്ലൊക്കെ കളഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് മാറിപ്പോയി. അവസാനം ഈ സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു. യേശു ആ സ്ത്രീയോട് പറഞ്ഞ വാക്കെന്തെന്നറിയാമോ? ഇനി നീ പാപം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് യേശുവളെ സമാധാനത്തോടെ വിടുകയായിരുന്നു. ഈ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പാപിയെ സ്നേഹിക്കുന്ന ഈ യേശു നമ്മെല്ലാവരെയും സ്നേഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാനാണല്ലോ യേശു ക്രൂശിൽ മരിച്ചത്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നത് സകല പാപത്തിനും മതിയായതാണ്. നാം വിശ്വസിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ, ആ ക്രൂശിലെ രക്തം കൊണ്ട് വിശ്വാസത്താൽ നമ്മെ കഴുകി, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മെ ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു പുതിയ വ്യക്തിയായിട്ട് തീർക്കപ്പെടുവാനായിട്ടിടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വയം പരിശോധിക്കുക. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ദൈവവൈതലായിട്ടാണോ ജീവിക്കുന്നത്? ഇല്ല എങ്കിൽ ഇതൊരു വിലയേറിയൊരു അവസരമാണ്. അതുകൊണ്ട് ചിലർ വിചാരിക്കും ഈ സുവിശേഷം കേൾക്കുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാം, പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്കൊരവസരം ലഭിച്ചു എന്ന് വരികയില്ല. എപ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്, ദൈവകൃപയിലേക്ക് വരേണ്ടതെന്ന് ചോദിച്ചാൽ ബൈബിളിൽ പറയുന്ന ഉത്തരം ഇതാണ്: ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇതാണ് വിലയേറിയ അവസരം, ഇതാണ് നമ്മുടെ സമയം. ഇപ്പോഴാണ്. അത് മാറ്റിവെക്കാനായിട്ട് പാടില്ല. കാരണം നമുക്ക് മാറ്റിവെച്ചാൽ പിന്നെ ഒരു അവസരം ലഭിച്ചു എന്ന് വരികയില്ല. നമ്മുടെ മരണശേഷം നമുക്ക് പിന്നെ മാനസാന്തരപ്പെടാൻ കഴിയില്ല. യേശു ക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടാൻ കഴിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം
നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങളുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശുദ്ധ ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമഭാഗങ്ങളൊക്കെ വായിക്കുക, വായിച്ച് ധ്യാനിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സേവിക്കുക, നിങ്ങളുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരും. അതുപോലെ സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ ആ ധൂർത്തുപുത്രൻ തിരിച്ചപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ വന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നതല്ല. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മളെ അരികിലേക്ക് വരും. ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം നമുക്ക് പരിഹാരം തരും. നമ്മെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ദൈവത്തിലേക്ക് തിരിയുക, യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരിക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകല്ലേ, നമ്മൾ ആര് നശിച്ചു പോകല്ലേ, മാനസാന്തരപ്പെടുക. നമുക്കറിയാം, ഇന്ന് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലൊക്കെ ജീവിക്കുന്ന അനേക ആളുകൾ വലിയ പാപം ചെയ്തവരായിരുന്നു, കുഴപ്പങ്ങളിൽ ചാടിയവരായിരുന്നു. പക്ഷേ ഈ സുവിശേഷം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു, ദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്തോ ഒരു സമാധാനമാണ്, സന്തോഷമാണ്. എനിക്കൊക്കെ മാനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം തന്നു, എന്തോ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഈ സത്യം വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾക്കും ദൈവം ഒരു അവസരം തരികയാണ്. ഈ അവസരം നഷ്ടമാക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക. നമ്മുടെ ഏത് പാപത്തെയും ദൈവം ക്ഷമിക്കും. ആരെയും രക്ഷിക്കുന്നവനാണ് ഈ ദൈവം. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നമ്മുടെ അറിയായ്മയുടെ കാലത്ത് ഈ സുവിശേഷം കേൾക്കുന്നതിന് മുൻപേ നമ്മൾ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദൈവം ക്ഷമിക്കും. അതെല്ലാം ദൈവത്തോട് ഏറ്റു പറയുക. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, ഇനി നീ പാപം ചെയ്യല്ലേ. ആ പട്ടണത്തിൽ പാപിയായ ആ സ്ത്രീയോട് പറഞ്ഞത്, ഇനി നീ പാപം ചെയ്യല്ലേ. അതുകൊണ്ട് ഇനി ഈ സുവിശേഷം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പാപം ചെയ്യല്ലേ, പാപത്തിലേക്ക് പോകല്ലേ. ഒരു വിശുദ്ധ ജീവിതം നയിക്കുക, ദൈവത്തിനായിട്ട് ജീവിക്കുക. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് അങ്ങനെ യഥാർത്ഥമായി ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക. ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. അങ്ങനെ ദൈവത്തെ സേവിച്ച് ജീവിച്ചാൽ ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും അവസാനം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. അതിനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്യം ആദ്യം ഇങ്ങനെയാണല്ലോ വായിച്ചത്. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇന്ന് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കേൾവിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ഇനി ഒട്ടും നീട്ടിവയ്ക്കൽ, ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുക. നിങ്ങളായിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക, ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ തീരുമാനിക്കുക. അതിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാനൊന്ന് എടുത്തു പറയട്ടെ. വിശുദ്ധ ബൈബിൾ പറയുന്നത്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അല്ലെല്ലാം നിങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരിക. അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഈ അല്പസമയം ദൈവവചനം സംസാരിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും കേൾക്കുന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവവൈതലായി ജീവിപ്പാൻ സഹായിക്കണമേ. ദൈവങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ. എല്ലാവരും മാനസാന്തരപ്പെടട്ടെ. രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിവിധ പ്രശ്നങ്ങളിലായിരിക്കുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ അനുഭവിപ്പാനിടയാക്കട്ടെ. ദൈവം ഇങ്ങനൊരു അവസരം നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.